എന്തായാലും ഈ സംബന്ധിച്ചിടത്തോളം നിപ്പയെ ഇതിലിപ്പം സംബന്ധിച്ച് നിലവിലുള്ള ധാരാളം സംശയകരമായ സാഹചര്യങ്ങൾ പിന്നെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കുറേ വിവരങ്ങളൊക്കെ ഒരു സമയത്ത് വന്നിരുന്നു. അതായത് ആളുകൾ ഫ്രൂട്ട്സ് വാങ്ങാതെ മാറി നിന്ന സമയമൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. അപ്പോൾ കുറേ തെറ്റിദ്ധാരണകൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നു ഒരു സമയത്ത്. ആ കാര്യത്തിൽ കൂടി ഡോക്ടറുടെ ആ, വിദഗ്ധമായ അഭിപ്രായങ്ങൾ ആവശ്യമാണ്. പക്ഷേ ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ ഡോക്ടർ സൗമ്യ സരിനിലേക്ക് ഒന്ന് പോട്ടെ. ഡോക്ടർ സൗമ്യ സരിൻ, ഈ ഷിഗല്ല രോഗവ്യാപനം എന്ന വിവരം വരുമ്പോൾ സാധാരണ കേരളത്തിലെ മാതാപിതാക്കളും രക്ഷിതാക്കളുമാണ് കൂടുതലും ആശങ്കപ്പെടുന്നത്. അതിനൊരു കാരണം ഈ രോഗം മനസ്സിലാക്കിയിടത്തോളം 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് കൂടുതലായി ബാധിക്കുന്നത് എന്നാണ്. ഒരു ലൈൻമാൻ അറിയാവുന്ന കാര്യങ്ങളെ എനിക്ക് ഈ രോഗത്തെക്കുറിച്ച് അറിയുള്ളൂ. അതിൽ ഒന്ന്, കുടലിനെ ബാധിക്കുന്ന ഗുരുതരമായ ഒരു ബാക്ടീരിയ രോഗമാണ് എന്നതും മലിനമായ ജലത്തിൽ നിന്നും മോശം ഭക്ഷണത്തിൽ നിന്നുമാണ് ഈ രോഗം ഉണ്ടാകുന്നത് എന്നുമാണ്. പക്ഷേ ഈ രോഗത്തെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതിൻ്റെ ഉറവിടം എവിടെയാണ് എന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ്. എല്ലാ വിഭാഗം ജനങ്ങളിലും എത്താവുന്ന ഒരു രോഗമാണോ ഷിഗല്ല? അതിനങ്ങനെ വലിയൊരു ഹിസ്റ്ററി ഉണ്ടോ കേരളത്തെ സംബന്ധിച്ച്? എങ്ങനെയാണ് ഈ രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്? ആരാണ് കൂടുതൽ മുൻകരുതൽ എടുക്കേണ്ടത്? ഗോപി പറഞ്ഞ പോലെ തന്നെ വയറിളക്ക രോഗങ്ങൾ എപ്പോഴും കൂടുതൽ ബാധിക്കുന്നത് കുട്ടികളെയാണ്. പക്ഷെ അതിനർത്ഥം ഒരിക്കലും ഇത് കുട്ടികളെ മാത്രം ബാധിക്കുന്ന ഒരു രോഗമാണ് എന്നുള്ളതല്ല. ഇത് എല്ലാവരെയും, ഇത് അഡൾട്ടിനെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു ഇൻഫെക്റ്റീവ് ഡയറിയ, അതായത് അണുബാധ മൂലമുണ്ടാകുന്ന ഒരു വയറിളക്ക രോഗം ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയയാണ്. വയറിളക്ക രോഗങ്ങൾ ടോട്ടലി എടുത്തു നോക്കുന്ന സമയത്ത് ബഹുഭൂരിപക്ഷം വയറിളക്ക രോഗങ്ങളുടെയും കാരണം എന്ന് പറയുന്നത് വൈറസുകളാണ്. അതായത് റോട്ടാ വൈറസ്, അഡിനോ വൈറസ്, അങ്ങനെ ധാരാളം വൈറസുകൾ ഡയറിയ ഉണ്ടാക്കുന്നുണ്ട്. ബഹുഭൂരിപക്ഷം കാരണവും വൈറസുകൾ തന്നെയാണ്. അതിൽ തന്നെ ടോട്ടൽ കേസുകളിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ബാക്ടീരിയൽ ഡയറിയ, അതായത് ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന ഡയറിയകൾ. അതിൽ തന്നെ വളരെ ചെറിയൊരു ശതമാനമാണ്. അതിൽ തന്നെ ആ ബാക്ടീരിയൽ ഡയറിയകളുടെ തന്നെ ധാരാളം, ഇപ്പൊ കോളയുണ്ട്, ഷിഗല്ലയുണ്ട്, അങ്ങനെ ധാരാളം ബാക്ടീരിയകൾ, ക്യാമ്പലോബാക്ടർ, അങ്ങനെയുള്ള ധാരാളം ബാക്ടീരിയകൾ ഡയറിയകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് മുതിർന്ന ആളുകളിലും കുട്ടികളിലും ഒരുപോലെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഷിഗല്ല കുറച്ചുകൂടി സീരിയസ് ആയിട്ടൊരു സിറ്റുവേഷനിലേക്ക് പോകുന്നു എന്നതിന്റെ കാരണം, ഷിഗല്ലയിൽ തന്നെ പലതരം സ്ട്രെയിനുകൾ ഉണ്ട്. അതിൽ തന്നെ ടൈപ്പ് 1 എന്ന് പറയുന്ന സ്ട്രെയിൻ ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസ്, അതൊരു ഷിഗ ടോക്സിൻ എന്ന് പറയുന്നത്, ഇപ്പോ ഗോപി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുടലിൽ ഈ ബാക്ടീരിയ എത്തിക്കഴിഞ്ഞാൽ അത് ആ കുടലിൽ പെറ്റുവരികയും അവിടെ ഒരു ടോക്സിൻ, ഒരു വിഷവസ്തു ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഷിഗ ടോക്സിൻ എന്നാണ് അതിന്റെ പേര്. അപ്പൊ അത് കുടലിൽ ആ ഒരു ടോക്സിൻ ഉണ്ടാവുന്നതിന്റെ ഫലമായിട്ട് ബാക്കിയുള്ള ഡയറിയ, ഇപ്പൊ നമ്മൾ വൈറസുകൾ ഉണ്ടാക്കുന്ന ഡയറികൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ ഒരു കോംപ്ലിക്കേഷൻസിലേക്കൊന്നും പോകാറില്ല. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു തവണയെങ്കിലും വയറിളക്ക രോഗം വരാത്ത കുഞ്ഞുങ്ങൾ വളരെ കുറവായിരിക്കും. എല്ലാവർക്കും ആ ഒരു അച്ഛനമ്മമാര് ഒരു തവണയെങ്കിലും കുട്ടിക്ക് വയറിളക്ക രോഗം വന്നിട്ട് നമ്മൾ ചികിത്സിച്ചിട്ടുണ്ടായിരിക്കും. സോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആണ് പ്രധാനമായിട്ടും. കാരണം അതൊക്കെ അധികവും വൈറസുകൾ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ORS പോലെയുള്ള ലായനികൾ കൊടുക്കുക, ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണത്തിനെ പ്രിവെന്റ് ചെയ്യുക. വളരെ കുറച്ച് ശതമാനം കേസുകളിലെ നമുക്ക് ആന്റിബയോട്ടിക്കുകൾ കൊടുക്കേണ്ടി വരാറുള്ളൂ. അത് ബാക്ടീരിയ മൂലം ഉണ്ടാവുന്ന വയറിളക്ക രോഗങ്ങളാണ്. പക്ഷേ ഈ ഷിഗല്ല, പ്രത്യേകിച്ച് ടൈപ്പ് 1 സ്ട്രെയിൻ ഉണ്ടാക്കുന്ന ഈ പറയുന്ന ഷിഗ ടോക്സിൻ, ഇത് പലതരം കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നു. അതിൽ തന്നെ ഏറ്റവും വലിയൊരു കോംപ്ലിക്കേഷൻ, കോമണസ്റ്റ് കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സിവിയർ ഡീഹൈഡ്രേഷൻ ആൻഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ആണ്. അതായത് ബാക്കി ഡയറികളെ അപേക്ഷിച്ചിട്ട് വളരെ സിവിയർ ആയിട്ടുള്ള നിർജ്ജലീകരണവും അതുപോലെ തന്നെ അതിന്റെ ഫലമായിട്ടുണ്ടാവുന്ന ധാതു ലവണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാവുന്നുണ്ട്. അത് നമ്മൾ ജനറലി നോക്കുമ്പോൾ കൂടുതലായിട്ട് അഫക്ട് ചെയ്യുന്നത് കുഞ്ഞുങ്ങളെയാണ്. കാരണം നമ്മുടെ ഇപ്പോൾ വലിയൊരാളുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന ജലാംശത്തിനേക്കാൾ ഒരു കുഞ്ഞിനെയാണ് കൂടുതൽ ബാധിക്കുക. ഇപ്പൊ ഒരു 100 ml അല്ലെങ്കിൽ ഒരു 200 ml നമ്മുടെ ഒരു വലിയ ആളുടെ ശരീരത്തിൽ നിന്ന് പോകുന്നതിനേക്കാൾ ബാധിക്കുന്നത് ഒരു കുഞ്ഞിനെയാണല്ലോ. അപ്പോ സെയിം എമൗണ്ട് ഓഫ് ഡയറിയ ഒരു കുഞ്ഞിനുണ്ടാവുമ്പോൾ ആ കുട്ടിക്ക് കൂടുതലായിട്ട് നിർജ്ജലീകരണം സംഭവിക്കുകയും ഈ പറയുന്ന സിവിയർ ഡീഹൈഡ്രേഷന്റെ ഭാഗമായിട്ട് പലപ്പോഴും മരണത്തിൽ വരെ കലാശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവാം. അത് മാത്രമല്ല, ധാരാളം കോംപ്ലിക്കേഷൻസ്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് സിവിയർ ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണവും ഇലക്ട്രോലൈറ്റ് ഇംബാലൻസസുമാണ്. അത് കൂടാതെ തന്നെ HUS എന്ന് പറയുന്ന ഹീമോലൈറ്റിക് യൂറീമിക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, അതായത് നമ്മുടെ മൂത്രത്തിലൂടെ രക്തം പോകുന്ന ഒരു അവസ്ഥ, പ്ലേറ്റ്ലെറ്റ് കുറയുന്ന അവസ്ഥ, കിഡ്നികളെ, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ഉണ്ടാക്കുന്ന ഒരു കിഡ്നികളെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് ഈ ഷിഗ ടോക്സിൻ ഒരു കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. വേറെ കുറച്ച് ശതമാനം കുട്ടികളിലും അല്ലെങ്കിൽ വലിയ ആളുകളിലും ഇത് എൻകെഫലോപ്പതി എന്ന് പറയുന്ന ഒരു അവസ്ഥ, അതായത് തലച്ചോറിനെ ബാധിക്കുന്ന ഇതേ ടോക്സിൻ തന്നെ തലച്ചോറിനെ ബാധിച്ചിട്ട് അവരിൽ സീഷേഴ്സ്, അപസ്മാരം ഉണ്ടാവാനും കോമയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുടലിൽ തന്നെ ടോക്സിക് മെഗാകോളൻ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ട് പെർഫൊറേഷൻ, അതായത് കുടൽ പൊട്ടി വയറിന്റെ ഉള്ളിലേക്ക് നമ്മുടെ മലവും ആ കാര്യങ്ങളെല്ലാം വയറിന്റെ ഉള്ളിലേക്ക് വന്ന് അത് വലിയൊരു രീതിയിലുള്ള സെപ്റ്റിസീമിയ എന്ന് പറയും നമ്മൾ, വലിയൊരു സെപ്സിസ്, ഒരു അണുബാധ, സിവിയർ ആയിട്ടുള്ള ഒരു അണുബാധയിലേക്ക് പോകുന്ന അവസ്ഥയും ഇത്തരത്തിൽ ഷിഗല്ല ഡിസെൻട്രിയിൽ വളരെ കോമൺ ആയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ടൈപ്പ് 1 ഉണ്ടാക്കുന്ന ഒരു ഷിഗല്ല ഡിസെൻട്രിയിൽ കോമൺ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ജനറൽ ആയിട്ട് ബാക്ടീരിയൽ ഡിസെൻട്രികളിൽ
കൂടുതൽ അപകടകാരിയാവുന്നത് ഷിഗല്ല ആവാനുള്ള കാരണങ്ങളാണ് ഇതൊക്കെ. അതും ഇത് എല്ലാ കോംപ്ലിക്കേഷൻസ് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് കുട്ടികളിലുമാണ്. പിന്നെ ഇതിന്റെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഇപ്പം നിപ്പ പോലെ ഒരിക്കലും ഷിഗല്ല ഡിസെൻട്രി എന്ന് പറയുന്ന ഒരു റെയർ ഡിസീസ് അല്ല. എപ്പോഴും ഷിഗല്ല ഞങ്ങൾ എല്ലാവരും ഇപ്പൊ വയറിളക്ക രോഗങ്ങൾ ഇപ്പൊ നമ്മൾ മലം ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മലത്തിന്റെ കൾച്ചർ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഷിഗല്ല ഡിസെൻട്രി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരു രോഗം തന്നെയാണ്. ഒരിക്കലും ഇത് റെയർ ഡിസീസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്മളിങ്ങനെ എപ്പോഴെങ്കിലും കാണുന്ന ഒരു അപൂർവമായ രോഗമൊന്നുമല്ല. നമ്മൾ കാണാറുണ്ട്. അധിക ശതമാനം ഷിഗല്ല ഡിസെൻട്രി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസിലേക്കൊന്നും പോവാതെ നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ഒബ്വിയസ്ലി നമുക്ക് ആന്റിബയോട്ടിക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ മെയിൻ ആയിട്ട് സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ORS പോലെ നമുക്ക് നിർജ്ജലീകരണം പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളും കൂടെയുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളിലും മാറിപ്പോകുന്ന ഒരു രോഗം തന്നെയാണ് ഷിഗല്ല ഡിസെൻട്രി. പക്ഷെ ഇതിൽ തന്നെ ഈ പറഞ്ഞ പോലെയുള്ള അപകടകരമായിട്ടുള്ള സ്ട്രെയിനുകൾ വരുമ്പോഴാണ് ഇത്തരത്തിൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതും. പിന്നെ ഒബ്വിയസ്ലി കൂടുതൽ കേസുകൾ വരുമ്പോൾ ഇപ്പൊ നമ്മൾ 10% എന്ന് പറഞ്ഞാലും 100 കുട്ടികളെ ബാധിക്കുമ്പോൾ അല്ലെങ്കിൽ 100 പേരെ ബാധിക്കുമ്പോൾ 10% 10 പക്ഷെ അതൊരു 10,000 പേരെ ബാധിക്കുന്ന സമയത്ത് ഈ 10% എന്ന് പറയുമ്പോൾ നമ്പറുകൾ കൂടും. അപ്പോൾ കേസ് ഫാറ്റാലിറ്റി റേറ്റ് അല്ലെങ്കിൽ മോർട്ടാലിറ്റി റേറ്റ് വളരെ ചെറിയ ശതമാനമാണെങ്കിൽ പോലും കേസുകൾ കൂടുതൽ പടർന്നു പിടിക്കുമ്പോൾ അതിന് തത്തുല്യമായിട്ടുള്ള നമ്പറിൽ ഇൻക്രീസ് ഇവിടെ മരണത്തിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസിലും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എത്രയും വേഗം ആ കേസുകൾ പടർന്നു പിടിക്കുന്നതിനെ കണ്ടെയ്ൻ ചെയ്യുക അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതും അതിന്റെ സോഴ്സ് കണ്ടെത്തുക, ആ സോഴ്സ് കണ്ടെത്തി അതിനെ എന്താണ് വേണ്ട നടപടികൾ എടുക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസിന്റെയും മോർട്ടാലിറ്റി റേറ്റും വളരെ കുറവാണെങ്കിൽ പോലും കേസുകൾ പെരുകി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും അതിന്റെ കേസുകളുടെ അല്ലെങ്കിൽ മോർട്ടാലിറ്റിയുടെ ഡോക്ടർ സൗമ്യ സെരിൻ, അപ്പോൾ ഇത് കാണുന്ന ധാരാളം രക്ഷിതാക്കളും മാതാപിതാക്കളും ഒക്കെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇത് ചെറിയൊരു സാധാരണയാണ് ഇപ്പോഴത്തെ വൈറൽ പനി അല്ലെങ്കിൽ ഈ ഭക്ഷണം ദഹിക്കാത്തതിനെ തുടർന്നുള്ള ഇപ്പോൾ വയറിളക്കമാണെങ്കിലും ഛർദിയൊക്കെ ആണെങ്കിലും കുട്ടികൾക്ക് ഈ മഴക്കാലത്ത് സ്വാഭാവികമായി വരുന്നതാണ് ഈ ലക്ഷണങ്ങളൊക്കെ. അപ്പോൾ ഏത് ഘട്ടത്തിലാണ് ഇത് ഷിഗല്ലയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടത്? ഏത് സമയത്താണ് നമ്മളൊരു ഡോക്ടറുടെ സേവനം ഉറപ്പാക്കേണ്ടത്? അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വയറിളക്ക രോഗങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ ഷിഗല്ല എന്നുള്ളത് വിചാരിക്കേണ്ട ഒരു ബാക്ടീരിയൽ ഡയറിയ എങ്ങനെയാണ് നമ്മൾ ഒരു വൈറൽ ഡിസെൻട്രി അല്ലെങ്കിൽ വൈറൽ ഡയറിയയിൽ നിന്ന് ബാക്ടീരിയൽ ഡിസെൻട്രി എങ്ങനെയാണ് നമ്മൾ മാറ്റി നമുക്ക് അറിയേണ്ടത് എന്നുള്ളത്. ഒന്നാമത്തേത് വളരെ കോമൺ ആയിട്ട് കാണുന്ന മാറ്റങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തേത് ആ ഡയറിയ, ആ പോകുന്ന മലത്തിന്റെ രീതി. വൈറൽ ഡയറിയകളിൽ സാധാരണ രീതിയിൽ വളരെ വാട്ടറി ആയിട്ടുള്ള വെള്ളം പോലെ പോകുന്ന മലമായിരിക്കും. എന്നാൽ ബാക്ടീരിയൽ ഡിസെൻട്രിയിൽ യൂഷ്വലി കഫവും അതിന്റെ കൂടെ തന്നെ രക്തവും സാധാരണ രീതിയിൽ അതിനെയാണ് ഡിസെൻട്രി എന്ന് പറയുന്നത്. മലത്തിൽ രക്തത്തിന്റെ ഒരു അംശം പലപ്പോഴും കാണാറുണ്ട്. പിന്നെ ഒരു സിവിയറിറ്റി ഓഫ് ഡീഹൈഡ്രേഷൻ. നമുക്കറിയാം ബഹുഭൂരിപക്ഷം ഡയറിയകളിലും കുട്ടികൾ ഡീഹൈഡ്രേറ്റഡ് ആവും. പക്ഷെ എങ്കിൽ പോലും ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കുട്ടികൾ, അതായത് വെള്ളം കുടിക്കാൻ പറ്റാത്ത രീതിയിൽ കുട്ടികൾ ക്ഷീണിച്ചു പോവുക, കുട്ടികളുടെ കണ്ണ് കുഴിഞ്ഞു പോവുക, മൂത്രത്തിന്റെ അളവ് കുറഞ്ഞു പോവുക, അങ്ങനെ കുട്ടികൾ വല്ലാത്തൊരു സിക്കായിട്ടുള്ള അവസ്ഥയിലേക്ക്, അതായത് കുട്ടിയുടെ ഒരു അവസ്ഥ വളരെ മോശമാകുന്നു എന്നൊരു അവസ്ഥയിലേക്ക് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കുട്ടി സിവിയർ ആയിട്ടുള്ള ഒരു ഡീഹൈഡ്രേഷനിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ബാക്ടീരിയൽ ഡിസെൻട്രികളിലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ കോംപ്ലിക്കേഷൻസ് പറഞ്ഞല്ലോ, നമ്മൾ മൂത്രത്തിന്റെ അളവ് വളരെ കുറഞ്ഞു പോകുന്നു, മൂത്രത്തിൽ രക്തത്തിന്റെ അതായത് കളർ മാറ്റം, റോസ് കളറിലോ ചുവന്ന കളറിലോ മൂത്രം പോകുന്നതായിട്ട് കാണുന്നു. കുട്ടിയുടെ സെൻസോറിയം, ഇപ്പോ എൻകെഫലോപ്പതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ കുട്ടികൾക്ക് സീഷേഴ്സ് വരാൻ ബാക്ടീരിയൽ ഡിസെൻട്രിയിൽ പല കാരണങ്ങളുണ്ട്. കാരണം സിവിയർ ആയിട്ടുള്ള പനി ഉണ്ടായിരിക്കും. അതാണ് വേറെ ഒരു പ്രധാനപ്പെട്ട നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം. വൈറൽ ഡയറികളിൽ സാധാരണ ഒരു ചെറിയ പനി മാത്രമാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. പക്ഷെ ബാക്ടീരിയൽ ഡിസെൻട്രിയിൽ വരുന്ന സമയത്ത് വളരെ സിവിയർ ആയിട്ടുള്ള ഹൈ പനിയായിരിക്കും. അപ്പൊ അതിന്റെ ഫലമായിട്ട്, ഹൈ ഫീവറിന്റെ ഫലമായിട്ട് ചിലപ്പോൾ കുട്ടികളിൽ അപസ്മാരം കാണാറുണ്ട്. അല്ലെങ്കിൽ ഇത് ഒരു എൻകെഫലോപ്പതി, നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന സമയത്തും അപസ്മാരം കാണാറുണ്ട്. സോ ഡയറിയയുടെ കൂടെ നമ്മൾ അപസ്മാരം കാണുന്നു, കുട്ടിയുടെ ബോധമണ്ഡലത്തിൽ സെൻസോറിയത്തിൽ പ്രശ്നങ്ങൾ വരുന്നു, കുട്ടി മിണ്ടുന്നില്ല അല്ലെങ്കിൽ നമ്മൾ വിളിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും നമ്മൾ വെയിറ്റ് ചെയ്യരുത്, ഉടൻ തന്നെ ഒരു മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് മൂത്രത്തിന്റെ കളറിൽ വ്യത്യാസവും മൂത്രത്തിന്റെ അളവിൽ വ്യത്യാസവും ഒക്കെ ഉണ്ടാവുക. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട. പിന്നെ വയറുവേദന, വളരെ സിവിയർ ആയിട്ടുള്ള അബ്ഡോമിനൽ പെയിനും അതുപോലെ തന്നെ ടെനിസ്മസ് എന്ന് പറയും, അതായത് മലം പോകുന്ന സമയത്ത് സിവിയർ ആയിട്ട് നമുക്ക് അയനൽ ഭാഗത്തൊക്കെ വളരെ സിവിയർ ആയിട്ടുള്ള വേദന കുട്ടി പറയുന്നു, വളരെ സിവിയർ ആയിട്ടുള്ള അബ്ഡോമിനൽ പെയിൻ പറയുന്നു. ഇതെല്ലാം നമുക്ക് ഒരു എന്താ പറയാ ഒരു ഡേഞ്ചർ സൈൻസ് അല്ലെങ്കിൽ റെഡ് ഫ്ലാഗ്സ് എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളാണ് കുട്ടിക്ക് കാണുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലിയ ആളുകൾക്കാണെങ്കിലും അതെ കേട്ടോ, അപ്പോൾ നമുക്കതൊരു ബാക്ടീരിയ ആവാം എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. അത് ഷിഗല്ലയോ എന്നുള്ളത് നമുക്ക് കൂടുതൽ ടെസ്റ്റുകൾ ചെയ്താൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇതൊരു ഇമ്മീഡിയറ്റ് മെഡിക്കൽ ഹെൽപ്പ് വേണ്ട ഒരു സംഗതിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.